കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളക്കാരായ ഭരണാധികാരികളെ പുറത്താക്കുവാനുള്ള സെമി ഫൈനലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കായംകുളത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കേരളത്തിന്റെ ഖജനാവ് അഴിമതിയിലൂടെയും ധൂർത്തിലൂടെയും കാലിയാക്കിയവർ ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണവും കൊള്ളയടിച്ചു. നികുതി ഭാരം കൊണ്ടും വിലക്കയറ്റം കൊണ്ടും ജനജീവിതം ദുരിതമാക്കിയവർ 10 വർഷം കൊണ്ട് സമസ്ത മേഖലകളിലും അരാജകത്വം സൃഷ്ടിച്ചിരിക്കുകയാണ്. 6 ലക്ഷം കോടിയോളം രൂപയുടെ കടക്കണിയിലേക്ക് കേരളത്തെ തള്ളിവിട്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ജനങ്ങൾ വെറുക്കുന്ന ഗവൺമെന്റായി പിണറായി സർക്കാർ മാറിയിരിക്കുന്നു. ആ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ആദ്യത്തെ അവസരമായി അവർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. ഇവർ കൊള്ളക്കാരുടെ സർക്കാരാണ് എന്നുള്ള പ്രതിപക്ഷ ആരോപണം ഇന്ന് കാലം ശരിവച്ചിരിക്കുന്നു. ശബരിമല ധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പം വരെ അടിച്ചു മാറ്റിയ മോഷ്ടാക്കളുടെ കൂടാരമാണ് CPM. അറിയപ്പെടുന്ന സമുന്നതരായ 2 നേതാക്കൾ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളുകൾ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മോഷണക്കുറ്റത്തിന് അയ്യപ്പന്റെ സ്വർണം ഗവൺമെന്റിന് ചെയ്യില്ല. അവർക്കെതിരായി നടപടി പോലും എടുക്കാൻ പേടിയുള്ള ഒരു പാർട്ടിയാണ് CPM. നടപടി എടുത്താൽ അവർ വേറെ നേതാക്കളുടെ പേരിൽ മൊഴി കൊടുക്കുമോ എന്നുള്ള പേടിയാണ്. നിയോജക മണ്ഡലം കൺവീനർ AM കബീർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് B ബാബു പ്രസാദ്, KPCC ജനറൽ സെക്രട്ടറിമാരായ E സമീർ, KP ശ്രീകുമാർ, എബി കുര്യാക്കോസ്, CK ഷാജിമോഹൻ, A ത്രിവിക്രമൻ തമ്പി, U മുഹമ്മദ്, തോമസ് M മാത്തുണ്ണി, A നിസാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ T സൈനുലബ്ദീൻ, ചിറപ്പുറത്ത് മുരളി, വാഴശ്ശേരി മഹാദേവൻ, AP ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.